നിങ്ങൾ ഒരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണോ? എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ് പെട്രോൾ ആണോ ഹൈബ്രിഡ് ആണോ EV ആണോ ബെറ്റർ ചോയ്സ് എന്ന്. ഇത് മൂന്നിൽ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 3 ഉദാഹരണങ്ങളിൽ നിന്ന് തുടങ്ങാം. ആദ്യം പെട്രോൾ വാഹനമായ ഹുണ്ടായി ക്രെറ്റ. അതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് വരുന്നത് 20 ലക്ഷം. അതുപോലെ തന്നെ ടൊയോട്ട ഹൈറൈഡർ ഹൈബ്രിഡ് വാഹനമാണ്. അതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് വരുന്നത് 22 ലക്ഷം രൂപ. മൂന്നാമത് ടാറ്റ നെക്സോൺ EV വെഹിക്കിൾ ആണ്. അതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് വരുന്നത് 18 ലക്ഷം രൂപ. പെർ കിലോമീറ്റർ റണ്ണിംഗ് കോസ്റ്റ് ആദ്യത്തെ പെട്രോൾ വാഹനത്തിന് വരുന്നത് 6 രൂപയാണ്. ഹൈബ്രിഡ് വാഹനമായ ടൊയോട്ടയ്ക്ക് വരുന്നത് 3 രൂപയും നെക്സോൺ EV വെഹിക്കിളിന് വരുന്നത് വെറും 1.5 രൂപയും. 5 ഇയർ റണ്ണിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പെട്രോൾ വാഹനത്തിന് വരുന്നത് 5.5 ലക്ഷം രൂപയും ഹൈബ്രിഡ് വാഹനത്തിന് വരുന്നത് 2.75 ലക്ഷം രൂപയും EV വെഹിക്കിളിന് വരുന്നത് 1.36 ലക്ഷം രൂപയുമാണ്. ഇതേ വാഹനം തന്നെ 10 വർഷത്തെ റണ്ണിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്രോൾ വാഹനത്തിന് വരുന്നത് 10 ലക്ഷം രൂപയും ഹൈബ്രിഡ് വാഹനത്തിന് വരുന്നത് 5.5 ലക്ഷം രൂപയും EV വെഹിക്കിളിന് വരുന്നത് 2.75 ലക്ഷം രൂപയുമാണ്. 3 വാഹനങ്ങളുടെയും കമ്പാരിസൺ നമ്മൾ കണ്ടു. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യൂ.